ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ. തിരുശരീര രക്തങ്ങൾ കരങ്ങളിലേന്തുമ്പോഴുള്ള വൈദികരുടെ സ്നേഹാനുഭവങ്ങൾ. ഇത് വരാപ്പുഴ അതിരൂപതയിലെ കോതാട് ഇടവക വികാരി ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ. തൻ്റെ ജീവിതത്തിൽ ഇന്നോളം ദിവ്യകാരുണ്യനാഥൻ പകർന്നു നൽകിയ സ്നേഹാനുഭവങ്ങൾ മാർട്ടിനച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂടെ ജീവിക്കുന്ന ദിവ്യകാരുണ്യ ചാരത്ത് നിൽക്കുകയാണ് ഈ നിമിഷം. ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രം 28 വർഷങ്ങൾ പൗരോഹിത്യത്തിൻ്റെ പുണ്യവഴികളിൽ നടക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു എളിയ ദാസൻ ഞാൻ. ഇങ്ങനെ ഈ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ നിന്ന് ദിവ്യകാരുണ്യ അനുഭവത്തെ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ചുരുളഴിഞ്ഞു വന്ന ഒരു സംഭവം എന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ജീവിതത്തെ ഒതുക്കിയിട്ടുള്ളത് ഒരു കൊച്ചു വാക്യത്തിലാണ്. അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഈശോയുടെ ജീവിതം മുഴുവൻ ഒരു യാത്രയിലാണ്. യാത്രയുടെ സമയത്താണ് ഈശോ എല്ലാം അനുഗ്രഹങ്ങളാക്കി വിളമ്പിയതും സ്വർഗത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമൊക്കെ പഠിപ്പിച്ചതും. അങ്ങനെ എല്ലാവർക്കും എല്ലാം വിളമ്പിയിട്ടും മതിവരാത്തൊരു ദൈവം തൻ്റെ സ്നേഹപാത്രത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിച്ചുരണ്ടി വിളമ്പിക്കൊടുത്ത സ്നേഹ വിരുന്നാണ് ഈ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനക്ക് ചാരെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കടലിരമ്പം പോലെ ഇരമ്പിക്കയറുന്ന ഒരു ചിന്തയാണിത്. ഈശോയുടെ സ്നേഹം പദാർത്ഥീകരിച്ചതാണ് ഈ പരിശുദ്ധ കുർബാന. ഈശോയുടെ സ്നേഹത്തിന് രൂപം ഭവിച്ചതാണ് പരിശുദ്ധ കുർബാന. ഈശോ തൻ്റെ ഹൃദയത്തിൻ്റെ അടിച്ചുരണ്ടി വിളമ്പിത്തന്നതാണ് ഈ പരിശുദ്ധ കുർബാന. ഞാനൊരു സംഭവം പറയാം. എൻ്റെ അമ്മച്ചി പറയാതെ പറഞ്ഞു വെച്ച പഠിപ്പിച്ച ഒരു സംഭവം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ. അപ്പനും അമ്മയും 2 സഹോദരിമാരും ഞാനും ഉൾപ്പെടുന്ന ഒരു കൊച്ചു കുടുംബം. വളരെ പാവപ്പെട്ട കുടുംബം. അപ്പച്ചൻ വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം പോലും അത്ര അധികമായിട്ടൊന്നും വീട്ടിലുണ്ടായിട്ടില്ല. എന്നാൽ ഞങ്ങളെ പട്ടിണി ഇടാതിരിക്കാൻ അപ്പച്ചൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അമ്മച്ചി എല്ലാ ദിവസവും ഭക്ഷണം ഒരുക്കും. രാത്രിയിൽ അപ്പനും അമ്മയും മക്കളായ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ഭക്ഷണത്തിനിരിക്കുക. അമ്മച്ചി ആദ്യം അപ്പച്ചൻ്റെ പാത്രത്തിൽ അപ്പച്ചനുള്ളത് വിളമ്പി വെക്കും. പിന്നെ ഞങ്ങളുടെ 3 പേരുടെയും പാത്രത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് വിളമ്പും. ഈ 4 പേർക്കുള്ള ഭക്ഷണം അമ്മച്ചി നടുവിലത്തെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങളെ ഭക്ഷണത്തിന് വിളിക്കും. ഒരു കുഞ്ഞു പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പച്ചൻ എല്ലാവർക്കും ഓരോ ഉരുള ചോറെടുത്ത് ഉരുട്ടിത്തരും. ഞങ്ങളത് വളരെ സ്നേഹത്തോടെ വാങ്ങി ഭക്ഷിക്കും. ആ വാങ്ങി ഭക്ഷിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ പാത്രത്തിലുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പച്ചനിങ്ങനെ ഞങ്ങൾക്കെല്ലാവർക്കും തന്നതിന് ശേഷം അപ്പച്ചനും തിന്നാൻ തുടങ്ങും. കുഞ്ഞുങ്ങളാണല്ലോ ഞങ്ങൾ. വിശപ്പ് അല്പം കൂടുതലുള്ള സമയം, അധികം വിളമ്പാനില്ലാത്ത കാലഘട്ടവും. അതുകൊണ്ട്
ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ അങ്ങോട്ട് എത്രയും വേഗം എടുത്ത് ആർത്തിയോടെ ഭക്ഷിക്കും. പിന്നെയും ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അപ്പച്ചൻ്റെ പാത്രത്തിലെ ബാക്കിയുള്ള ഭക്ഷണത്തിൽ നിന്നും കുറച്ചുകൂടെ ഞങ്ങൾക്കൊക്കെ തരും. അങ്ങനെ തരുമ്പോൾ അമ്മച്ചിക്ക് കാര്യം പിടികിട്ടും, മക്കൾക്ക് വിശപ്പ് മാറിയിട്ടില്ല. അമ്മച്ചി ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ, അടുക്കളയിലേക്ക് ചെന്ന് അടുക്കളയിലെ കഞ്ഞിക്കലത്തിൻ്റെ അടിയിൽ അല്പം പറ്റ് ബാക്കി കിടക്കുന്നുണ്ടാകും. അതുകൂടെ അമ്മച്ചി ഇങ്ങനെ ആ പാത്രത്തിൻ്റെ അടി ചുരണ്ടി കോരിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ പാത്രത്തിലിടും. അത് ഞങ്ങൾ ആർത്തിയോടെ ഭക്ഷിക്കും. ഇങ്ങനെ ഭക്ഷിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മച്ചി അവിടെ പതിയെ ചാരി നിൽക്കുന്നുണ്ടാകും, അപ്പച്ചൻ്റെ പാത്രത്തിലെ ബാക്കി അല്പം ഉള്ളത് ഭക്ഷിക്കുന്നതിന് വേണ്ടി. കാരണം അടുക്കളയിലെ ചോറ് വെച്ച കലത്തിലെ അടി ചുരണ്ടി ഞങ്ങൾക്ക് വിളമ്പി തന്നിട്ട് അവിടെ ഒന്നും ബാക്കി വെക്കാതെ എല്ലാം മക്കൾക്ക് വേണ്ടി വിളമ്പിക്കൊടുത്ത ഒരമ്മയുടെ ജീവിതത്തിൻ്റെ പങ്കുവെക്കലാണത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വരുമ്പോഴൊക്കെ 10 വർഷം സെമിനാരിയിൽ പഠിച്ച ദിവ്യകാരുണ്യ ദൈവശാസ്ത്രത്തിൻ്റെ അപ്പുറത്തെ ദൈവശാസ്ത്രം പഠിച്ചത് ഈ അമ്മച്ചിയുടെ അടിചുരണ്ട് വിളമ്പിത്തന്ന ഈ സ്നേഹ പങ്കുവെക്കലിൽ നിന്നാണ്. ഈശോ ഇതുപോലൊരു പങ്കുവെക്കലാണ് നമുക്ക് നൽകിയത്. എല്ലാം നൽകിയിട്ടും തൃപ്തി വരാത്ത ദൈവം അവസാനം തൻ്റെ അവസാനത്തുള്ളി രക്തവും തൻ്റെ ശരീരത്തെ മുഴുവനായും മുറിച്ച് പങ്കുവെച്ച് തൻ്റെ ഹൃദയമാകുന്ന സ്നേഹപാത്രത്തിൻ്റെ അടിച്ചുരണ്ടി വിളമ്പി വെച്ചതാണ് ഈ പരിശുദ്ധ കുർബാന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല ഇത്, മറിച്ച് ഇത് ഒരു ജീവിത അനുഭവമാക്കണം. എൻ്റെ ദൈവം തനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ നമുക്ക് വേണ്ടി എല്ലാം പങ്കുവെച്ചതിൻ്റെ ഓർമ്മയാണ് ഈ പരിശുദ്ധ കുർബാന. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. എന്നും ബലിയർപ്പിക്കുന്നതിന് വേണ്ടി ബലിവേദിയെ സമീപിക്കുമ്പോൾ പച്ചകെടാതെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു കുഞ്ഞച്ഛനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടം, പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഏതാണ്ട് 3-ാമത്തെ വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു സെമിനാരിയിലെ 10 വർഷത്തെ ദിവ്യകാരുണ്യ പഠനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഒക്കെ ഒരു ഗുരുകണക്കെ നിൽക്കുന്ന ഒരു സംഭവം ഇതാണ്. ഏതാണ്ട് ഒരു ചൊവ്വാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോൾ 2 അക്രൈസ്തവ സ്ത്രീകൾ ഞങ്ങളുടെ കാലൂരത്തെ ഓഫീസിലേക്ക് വന്ന് കയറി ഉടനെ തന്നെ അവർ നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: ഞങ്ങൾക്ക് ആ അപ്പം ഇനിയും സ്വീകരിക്കണം. കാര്യം എന്തെന്ന് മനസ്സിലായില്ല. അവരെ ഇരുത്തിയിട്ട് കാര്യം ചോദിച്ചപ്പോൾ അവർ തങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവത്തിൻ്റെ വിശദീകരണം ഇങ്ങനെ നൽകിയായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവിതം വല്ലാതെ പ്രതിസന്ധിയിലായിട്ടുള്ള 2 കുടുംബങ്ങൾ, 2 സ്ത്രീകളും ജീവിതം മടുത്തവരാണ്. തലേ ചൊവ്വാഴ്ച കാക്കനാട് ഭാഗത്ത് നിന്ന് ബസ്സിൽ കയറി എറണാകുളം ഹൈക്കോർട്ടിലേക്കാണ് യാത്ര അവർ ആരംഭിച്ചത്. ലക്ഷ്യം ഒന്നാണ്: ഹൈക്കോർട്ടിൽ നിന്ന് വൈപ്പിനിലേക്ക് ബോട്ടിൽ യാത്ര ആരംഭിക്കുക, പാതി വഴിയിൽ വെള്ളത്തിലേക്കെടുത്ത് ചാടുക, ആത്മഹത്യ ചെയ്യുക. കാരണവുമുണ്ട്. ജീവിതം വല്ലാതെ
ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന 2 സ്ത്രീകൾ, മുക്കുടിയരായ ഭർത്താക്കന്മാർ. ജീവിതത്തിൽ സമാധാനം എന്തെന്നും സന്തോഷം എന്തെന്നും ഉറക്കമെന്തെന്നും പോലെ അനുഭവിച്ചറിഞ്ഞിട്ട് നാളുകൾ ഏറെയായി. അങ്ങനെ വല്ലാത്ത ജീവിത പരാജയത്തിൻ്റെ ചിന്തയുമായിട്ട് അവരിങ്ങനെ ബസ് യാത്ര നടത്തുമ്പോഴാണ് ഈ പറഞ്ഞ അത്ഭുതങ്ങളുടെ ദേവാലയ ചാരത്തെത്തിയപ്പോൾ വല്ലാത്തൊരു ബ്ലോക്ക്. അവർ തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ദൈവകീർത്തനത്തിൻ്റെ സ്വരം കേട്ട് അവിടെ ചാടിയിറങ്ങി. 2 പേരും കൂടെ ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. വഴിയോരത്തുള്ള ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ജനങ്ങൾ നിരന്നു നിന്ന് ഭക്തിയാദരവോടെ ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമാണ്. ഈ സ്ത്രീകൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അക്രൈസ്തവരാണ് അവരൊക്കെ. എന്നിരുന്നാലും എല്ലാവരും നിരന്നു നിൽക്കുന്നത് കണ്ടിട്ട് അവരും അവിടെ നിരന്നു നിന്നു. വൈദികൻ ദിവ്യകാരുണ്യം കൊടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ കൈനീട്ടി അത് സ്വീകരിച്ചു. സ്വീകരിച്ചതിന് ശേഷം അവർ ദൂരെ മാറി ദേവാലയത്തിൻ്റെ ഒരു കോർണറിൽ ചാരിയിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ ഇരുന്ന് ആ 2 പേരും പാവങ്ങൾ ഉറങ്ങിപ്പോയി. 1-2 മണിക്കൂറുകളല്ല, ഉച്ചയ്ക്ക് ശേഷം 3 മണി സമയമായപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ശേഷമുള്ള തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ സ്തുതികീർത്തനങ്ങളുടെ സ്വരം കേട്ടാണ് അവർ ചാടി എഴുന്നേറ്റത്. എഴുന്നേറ്റപ്പോൾ മറ്റൊരു അന്തരീക്ഷം. അവർ സമയം വൈകിയതിൻ്റെ പേരിൽ വീണ്ടും പുറത്തേക്കിറങ്ങി കണ്ട ബസ്സിൽ കയറി അവർ മടക്കയാത്ര ആരംഭിച്ചു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ആ വീട്ടിൽ തിരിച്ചു ചെന്നുമ്പോഴും അന്നും സാധാരണ പോലെ പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ, ഭർത്താക്കന്മാരുടെ ശാരീരിക പീഡനങ്ങൾ, അവർ മദ്യപിച്ച് വന്നതിൻ്റെ അസ്വസ്ഥതകൾ, ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതും പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷേ അവർ പറയുന്നതാണ്, ആ പരിശുദ്ധ കുർബാന എന്തെന്നറിയാതെയാണെങ്കിൽ പോലും സ്വീകരിച്ചെങ്കിൽ പോലും ആ അപ്പം സ്വീകരിച്ചതിന് ശേഷം തങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം, പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെ തരണം ചെയ്യാനുള്ള എന്തോ ഒരു ബലം. അങ്ങനെ പിന്നെ അവരുടെ ആഗ്രഹം പിന്നത്തെ ചൊവ്വാഴ്ച വരാനുള്ള ആഗ്രഹമായി. അങ്ങനെ ചൊവ്വാഴ്ച വന്നപ്പോൾ ഓടി ദേവാലയത്തിൽ വന്നു. അപ്പോഴാണ് ദേവാലയത്തിലെ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ സമയത്ത് ഒരു പ്രത്യേക അനൗൺസ്മെൻ്റ് ഉണ്ടായത്: അക്രൈസ്തവ സഹോദരീ സഹോദരങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിക്കരുത്, കുമ്പസാരി ചുരുങ്ങിയവർ മാത്രമേ ദിവ്യകാരുണ്യം സ്വീകരിക്കാവൂ. ഇത് കേട്ട് വല്ലാതെ വിഷമിച്ച ഈ സ്ത്രീകളാണ് അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുക: അച്ഛാ, ദിവ്യകാരുണ്യം ആ അപ്പം ഞങ്ങൾക്കും സ്വീകരിക്കണം. ദൈവശാസ്ത്രമൊക്കെ അവരോട് പറഞ്ഞു, പക്ഷേ അവർക്കതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ പിന്നീട് സംഭവിച്ചത്, ഈ പരിശുദ്ധ കുർബാന ജീവിതത്തിൽ ഉൾക്കൊണ്ടതിൻ്റെ വല്ലാത്ത സുഖവും അതിൻ്റെ മാസ്മരികമായ സന്തോഷവും ജീവിതത്തിൽ അനുഭവിച്ച ആ സ്ത്രീകൾ പിന്നെ ഈശോയെ സ്വീകരിക്കാൻ വേണ്ട യോഗ്യതകളിലേക്ക് അവർ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഇന്ന് അവർ 2 പേരും ക്രൈസ്തവരായി ദിവ്യകാരുണ്യം സ്വീകരിച്ചു കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കാണുക. എൻ്റെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ദിവ്യകാരുണ്യ ഈശോ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ ഭാഗ്യം. നിൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം യോഗ്യതയോടുകൂടിയാണെങ്കിൽ ഏത് കടൽ പോലെ ഇരമ്പുന്ന അവസ്ഥകളും നിനക്ക് വഴിമാറിത്തരും. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പുറകിൽ ഈജിപ്തിൻ്റെ സൈന്യം, ഫറവോയുടെ സൈന്യം ഇസ്രായേൽ ജനതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി പിന്തുടരുന്നു. ഇസ്രായേൽ ജനത ഓടിയെത്തുന്നത് കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദിയുടെ ഇക്കരെ. സൈന്യത്തിനും കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദിക്ക് നടുവിൽ നിൽക്കുമ്പോൾ ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടക്കുന്നുണ്ട്: അഹ്റോൻ്റെ പുരോഹിതന്മാർ വാഗ്ദത്ത പേടകവും വഹിച്ച് മുന്നോട്ട് വരട്ടെ. അവർ വാഗ്ദത്ത പേടകവുമായിട്ട് മുന്നോട്ട് വന്നു. അവർ അടുത്ത കാലെടുത്ത് വെച്ചാൽ കടലിലേക്കാണ് പതിക്കുക. എന്നാൽ അവരോട് നിർത്താതെ നടക്കുവാനായിട്ട് ജോഷുവ ആവശ്യപ്പെടുന്നുണ്ട്. ജോഷുവ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ കാലെടുത്ത് വെച്ചു. നമ്മൾ കാണുന്നു,
കടൽ രണ്ടായി വിഭജിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നു. അവസാനത്തെ ആൾ വരെ കടന്നു പോകുന്നത് വരെ ഈ ജലം ചിറകെട്ടി നിൽക്കുന്നത് നമ്മൾ കാണുന്നു. ദിവ്യകാരുണ്യം നിൻ്റെ ജീവിതത്തിൽ ഏത് കടൽ പോലുള്ള അനുഭവങ്ങളാണെങ്കിലും പുതുവഴി വെട്ടിത്തരുന്നതിന് വേണ്ടി പുതിയ വഴി നിനക്ക് തുറന്നിട്ട് നൽകും. ഏത് അലറുന്ന സിംഹവും നമ്മുടെ ജീവിതത്തിൽ വാകൂട്ടി മാറി നിൽക്കും. 28 വർഷത്തെ ദിവ്യകാരുണ്യവുമായിട്ടുള്ള ബന്ധപ്പെട്ട ജീവിതത്തിൽ എന്നും മങ്ങാതെ മായാതെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ് ആ കലൂരത്തെ അക്രൈസ്തവ സ്ത്രീകൾ ജീവിതത്തിലേക്ക് പകർന്നു തന്ന ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കും ദിവ്യകാരുണ്യത്തോട് കൂടുതൽ സ്നേഹമുള്ളവരായി ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. അവിടെയാണ് ക്രൈസ്തവ ജീവിതം ഫലവത്തായി മാറുക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂലക്കല്ലും ആണിക്കല്ലും പരിശുദ്ധ ദിവ്യകാരുണ്യം. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന. ദിവ്യകാരുണ്യ ചാരത്ത് നിൽക്കുമ്പോൾ എപ്പോഴും വല്ലാത്തൊരു വിസ്മയമാണ്. ഇതിനേക്കാളും വലിയ അത്ഭുതം ലോകത്ത് എന്താ നടക്കാനുള്ളത്? ഒരു അത്ഭുതങ്ങളുടെ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പോലും. മറ്റ് അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഓരോ ദിവസവും അൾത്താരയിൽ നടക്കുന്ന ഓരോ ബലിയർപ്പണത്തിലും ബലിപീഠത്തിൽ അരങ്ങേറുന്ന അത്ഭുതത്തേക്കാൾ വലിയൊരു അത്ഭുതം ലോകത്ത് ഇന്ന് വരെ നടന്നിട്ടില്ല, ഇനി നടക്കാനുമില്ല. കാരണം അപ്പം ദൈവമായി മാറുന്ന ഒരത്ഭുതം, ദൈവം അപ്പമായി മാറുന്നതും ഒരത്ഭുതമായി നിലനിൽക്കുന്നു. ശക്തനായ ദൈവത്തിന് തീർച്ചയായിട്ടും അപ്പമായി മാറാനായി എളുപ്പമാണ്. പക്ഷേ ഈ അപ്പത്തിന് ദൈവമായി മാറുന്ന ഒരു രൂപാന്തരീകരണം, അതിന് ദൈവം വലിയൊരു ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്, ഒരു സമർപ്പണത്തിൻ്റെ ത്യാഗം. വാസ്തവത്തിൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതും എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതും ഒരു സംഗതി ഇത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോവുക. എപ്പോഴും ദിവ്യകാരുണ്യത്തിൻ്റെ അരികത്ത് വരുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഏതോ ഒരു മലമുകളിൽ മഴയായി പെയ്തിറങ്ങിയത് ഇങ്ങനെ പതുക്കെ ഒഴുകി ഒരു കുഞ്ഞരുവിയായി, പിന്നെ ഒരു പുഴയായി, അവസാനം കടലിൽ വന്ന് ചേരുമ്പോൾ നമ്മൾ പറയുന്നത് മഴത്തുള്ളി എന്നല്ല, കടലെന്നാണ് പറയുന്നത്. കടലിലേക്ക് ഒഴുകിയെത്തുന്നതൊക്കെ കടലായി മാറുന്നു. കനലിനോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ കനലായിട്ട് മാറുന്നുണ്ട്. അതാണ് അതിൻ്റെ സ്വഭാവം. കനലിൻ്റെ സ്വഭാവം ചേർന്നിരിക്കുന്നതിനൊക്കെ കനലാക്കി മാറ്റുക, തീയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെയാണ് എൻ്റെ അസ്വസ്ഥത നിറഞ്ഞ ഒരു ചിന്ത എന്നിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണോ എന്നെനിക്കറിയില്ല, ശരിയാണോ എന്നെനിക്കറിയില്ല. എന്നാലും എൻ്റെ ചിന്ത ഇതാണ്: ദിവ്യകാരുണ്യം ഞാൻ സ്വീകരിക്കുമ്പോൾ ഈശോ ഞാനായി മാറുന്നുണ്ട്. അതൊരു വലിയൊരു ദൈവത്തിൻ്റെ ധാരാളിത്വമാണ്. ദൈവം അപ്പത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് എന്നിലേക്ക് നിറഞ്ഞിട്ട് ദൈവം തന്നെ ഞാനായിട്ട് അങ്ങോട്ട് മാറുക. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്ത ഇതാണ്: എൻ്റെ ദിവ്യകാരുണ്യം ഞാൻ സ്വീകരിച്ചിട്ടും ഞാൻ ഈശോയായി മാറുന്നില്ല. ഇത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൊള്ളുന്ന ചിന്തയായി നിലനിൽക്കുക. കാലഘട്ടത്തിൻ്റെ ആവശ്യവും അതുതന്നെയാണ്. ഈശോയായി മാറുക, ഈശോയെപ്പോലെ ആയിത്തീരുക. ഈ ഒരു വലിയ പുണ്യചിന്ത ഉള്ളിൽ കിടന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു കൊച്ചു ഗാനം, ദിവ്യകാരുണ്യ ഗീതം എഴുതുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആ പാട്ട് ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ച പാട്ടാണ്.
നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. ഇതാണ്: എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി ആശിച്ചു ഈശോയെ, എന്നെ നീയാക്കി മാറ്റണേ. ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത. നിൻ തിരുരക്തത്തുള്ളികളാലേ നിത്യവുമെന്നെ കഴുകേണം. നിൻ തിരുരക്തത്തുള്ളികളാലേ നിത്യവുമെന്നെ കഴുകേണം. വിശ്വാസത്തിൻ വിലയേറും പൊൻ വിത്തുകളെന്നിൽ വിളയിക്കാൻ